വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ കോളേജ് ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണിത്. ഞങ്ങളുടെ ഫെയർവെൽ ആയിരുന്നു. ഫെയർവെൽ കഴിഞ്ഞിട്ട് കുറെ ദിവസമായി, പക്ഷെ എനിക്ക് വ്ളോഗായിട്ട് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും സെറ്റ് ആയിട്ട് കോളേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് നമുക്ക് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതാ ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കയറാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചത്. കയറുമ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. മൊഹബത്ത് കാ സർബത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം അകത്ത് പാട്ട് വെച്ചിട്ട് നമ്മൾ പാട്ടിലൂടെയാണ് നമ്മുടെ എൻട്രി കൊടുത്തിരിക്കുന്നത്. അവസാനം പാട്ടിട്ടു, ഞങ്ങളത് അകത്തോട്ട് കയറിയതിന് ശേഷം വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവര് നമ്മളെ തേർഡ് ഇയേഴ്സിന്റെ, സോറി തേർഡ് ഇയേഴ്സ് അല്ല, ഇവര് ഫോർത്ത് ഇയേഴ്സ് ആണ്. നമ്മളാണല്ലോ അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഇവര് ഫോർത്ത് ഇയേഴ്സ് ആയി. പക്ഷെ എപ്പോഴും അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ ശീലമായതാണ്. പിന്നെ ഞങ്ങളുടെ സാറിനെ സംസാരിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പ്രിൻസിപ്പൽ സാറിനെ. അതിനുശേഷം ഞങ്ങളുടെ ക്ലാസ് കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രുതി മിസ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് ആണ്. ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്കുള്ള ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഈ ഗെയിം എന്ന് പറഞ്ഞത് കപ്പിന്റെ മുകളിൽ ബോൾ ഉണ്ടാവും. അത് നമ്മൾ ഇങ്ങനെ മേലേക്ക് പൊക്കിയിട്ട് കപ്പ് കിട്ടുന്ന ഒരു ഗെയിം ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി എനിക്ക് അതിനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ആ ഗെയിം നമ്മൾ സ്റ്റാഫിനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞത് ഇങ്ങനെ പേപ്പർ സ്ട്രോ വെച്ചിട്ട് കപ്പിക്ക് നിറക്കുന്ന അങ്ങനത്തെ ഒരു ഗെയിമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ നമ്മുടെ രാജേഷ് സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് വരുന്ന സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് ഇയർത്തെ ക്ലാസ് കോർഡിനേറ്റർ ആയിരുന്നു കേട്ടോ സാറ്. അതിൽ വരെ ഞങ്ങൾക്ക് എപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു കേട്ടോ സാറ്. എല്ലാവരോടും ഓരോരുത്തരെയും പറ്റിയിട്ട് പറയാനാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും. എന്താ പറ 11 മണി ആയപ്പോൾ നമുക്ക് സ്നാക്സിന്റെ ബ്രേക്ക് ആയിരുന്നു. സമൂസയും അതേപോലെ തന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ കാണാം. ഡെക്കറേഷൻസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണണം. എന്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ എല്ലാവരുടെയും ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഞങ്ങൾ 30 പേർക്കും ഏതാണോ ഹാപ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ട് എന്ന് പറഞ്ഞത് അത് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറെ പോളറോയിഡ്സും ഫോട്ടോസ് ഒക്കെ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാരും നോക്കി വെക്കണതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കഴിഞ്ഞു പോകുമ്പോ ഇതൊക്കെ എടുത്തിട്ട് പോകണം, അതാണ് കേട്ടോ നോക്കി വെക്കണത്. പിന്നെ ഇതേതോ സീരീസ് സിനിമയായിട്ട് എന്തോ ബന്ധപ്പെട്ട് എന്തോ ചെയ്ത് വെച്ചതാണ്. എനിക്ക് ആ സിനിമയുടെ പറ്റിയിട്ട് അറിയൂല. പക്ഷെ ഡെക്കറേഷൻസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ ഫോട്ടോസും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നാക്സിന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞത് 15 മിനിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇതൊക്കെ കുടിച്ച് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സമയം കഴിഞ്ഞു. ഞങ്ങൾ വേഗം വന്നിട്ട് ഇരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഇരുന്നപ്പോൾ ഫസ്റ്റ് റോയിലാണ് ഇരുന്നത്. പിന്നെ ജൂനിയേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് ബാക്കിക്ക് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതാ ബാക്കിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ പ്രോഗ്രാം തുടങ്ങി. അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല, നോർമലായിട്ടുള്ള ഡാൻസ് ഒക്കെയാണ്. പക്ഷെ പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവർ ഞങ്ങളെ റീക്രിയേറ്റ് ചെയ്യായിരുന്നു. ഫസ്റ്റ് ഇയർ മുതൽ നമ്മൾ കളിച്ച ഓരോ പാട്ടും ഡാൻസും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവര് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ അനുകരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി. കാരണം നമ്മള് കുറെ മെമ്മറീസ് നമുക്ക് ആ ഒരു സമയത്ത് നമ്മളെ ഓർമ്മയ്ക്ക് വന്ന് അവര് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത്രയൊക്കെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ നടത്തിയല്ലോ. അപ്പൊ നമുക്ക് അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്ത് കണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു അവരുടെ. പിന്നെ ലാസ്റ്റ് അവർ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ കഴിഞ്ഞ ഫെയർവെൽ, ഞങ്ങളുടെ സീനിയേഴ്സിന് കൊടുത്ത ഫെയർവെല്ലിന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും അവര് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത മത്സരം തുടങ്ങി. ഇത് 5 പേര് വെച്ചിരിക്കുന്ന ഗ്രൂപ്പായിട്ടാണ് ഈ മത്സരം ഉണ്ടായിരുന്നത്. അതായത് ഇങ്ങനെ ഒരു സ്ട്രോ വെച്ചിട്ട് കപ്പ് ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങോട്ട് പോവുക, അങ്ങനത്തെ ഗെയിം ആയിരുന്നു. ഇതിൽ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് ജൂനിയേഴ്സിന്റെ ഒപ്പം കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന. ജൂനിയേഴ്സ് ബോയ്സ് 5 പേര്, ഞങ്ങൾ 5 പേര്, അങ്ങനെയാണ് കൂടിയത്. അതിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ഫൈനൽ റൗണ്ടിൽ കിട്ടിയത് ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിനായിരുന്നു കേട്ടോ. പക്ഷെ അതിലും ഞങ്ങൾ തന്നെ വിൻ ചെയ്തു. കാരണം അവരിങ്ങനെ വെക്കുന്ന സമയത്ത് അവരുടെ ഒരു കപ്പ് എന്താട്ടി അവർക്ക് കിട്ടിയില്ല, അത് താഴെ പോയി. അപ്പൊ വീണ്ടും അവര് ഫസ്റ്റ് തൊട്ടിട്ട് വെച്ച് ആ സമയം കൊണ്ട് ഞങ്ങൾ എന്താട്ടി അത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തന്നെ കേട്ടോ ജയിച്ചത്. പിന്നെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരാളെ വിളിക്കും. അവർക്ക് അവിടെ ലോട്ട് ഇട്ടിട്ടുണ്ടാവും. അതിന് എടുക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് തന്നെ ഒരാളുടെ പേര് കിട്ടും. ആരെയാണ് കിട്ടിയത് അവരെ ആക്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്ന ഗെയിം ആയിരുന്നു അടുത്ത ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് സിമ്പിൾ ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ 4 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഒരു ആക്ഷൻ കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന്. അത് കഴിഞ്ഞപ്പോൾ എല്ലാ സ്റ്റാഫിനെയും വിളിച്ചു ഞങ്ങളെ പറ്റിയിട്ട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ലത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പോഴാണ് ജൂനിയേഴ്സ് വിളിച്ചത്, വായോ നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നല്ലാണ്ട് പിന്നെ ഫോട്ടോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിന് ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അതിന് ഫോണിലൊന്നും ചാർജ് ഉണ്ടായില്ല, രാവിലെ തൊട്ട് വീഡിയോ എടുക്കുന്നുണ്ട്.
പിന്നെ അവിടെ പോയിട്ടൊന്ന് റെഡിയായി കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ആയിട്ട് വന്നപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ഇയേഴ്സ് നമുക്ക് ഗിഫ്റ്റ് തന്നത് കേട്ടോ. നമുക്ക് അറിയാമോ ഗിഫ്റ്റ് തരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഫ്രെയിം ഒക്കെ തന്നപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. പെട്ടെന്ന് നമ്മൾ തിരി സർപ്രൈസ് ആയിട്ടോ. ഞങ്ങളുടെ എല്ലാവരും ഇരിക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിപ്പോ ഞങ്ങളുടെ 4ാമത്തെ ഫെയർവെല്ലായിരിക്കും ശരിക്കും ഉണ്ടാവുക. കാരണം എല്ലാ ബാച്ചത്തെ കുട്ടികളും നമുക്ക് ഫെയർവെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് തന്നത്. അപ്പൊ അതിന് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ രാവിലെ സംസാരിക്കാത്ത എല്ലാ സ്റ്റാഫും വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജൂനിയേഴ്സിന് ഞങ്ങളെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ബാച്ചിന്നും 4 ബാച്ചിന്നും ഓരോരുത്തരായിട്ട് വന്നിട്ട് സംസാരിച്ചു. വന്നപ്പോ നല്ല സീനായിരുന്നു. സീരിയസ് ആയാലും എല്ലാവരും ഇവരൊക്കെ ഇങ്ങനെ ഓരോന്നും സംസാരിക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരണ്ടോ, ഇനി ഇതിങ്ങനൊന്നും ഇല്ലല്ലോ, നമുക്ക് അവരുടെ കൂടെ ഇങ്ങനെ പ്രോഗ്രാമിനൊന്നും ഇരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോഗ്രാമും ഈ ഒരു ഭാഗത്താണ് നടക്കാറ്. അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയുള്ളൊരു സങ്കടം ഉണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങളെ പഠിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരുപാട് സാർമാരുടെയും മിസ്സുമാരുടെയും റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ പ്രൊജക്ടറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 വർഷത്തെ കുറേ വീഡിയോസ് എഡിറ്റ് ആക്കിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കരഞ്ഞിരിക്കുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വിളിച്ചത്. ഞങ്ങൾ ഡാൻസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന സമയത്ത് ഡാൻസിന് വിളിച്ചപ്പോൾ ഞങ്ങൾ പോണോ പോണ്ടേ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ലാസ്റ്റ് കളിക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. കാരണം ഞങ്ങൾ ലാസ്റ്റത്തെ ഡാൻസ് ആണ്, ലാസ്റ്റത്തെ സ്റ്റേജ് ആണ്. സോ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ട് കളിച്ചു. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ തീരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് കളിച്ച അതേ ഡാൻസ് ആണ് ഇവിടെയും കളിച്ചത്. പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് മൊത്തം തെറ്റിച്ചിട്ടാണ് കളിച്ചത്. എല്ലാവരും തെറ്റിച്ചിട്ടുണ്ട്, ഞാനൊക്കെ തവിടെ ഇരുന്ന് തെറ്റിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവരുടെ വക ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോയത് പോളറോയിഡ്സ് പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസ്. അപ്പൊ അതൊക്കെ ഞാൻ എടുത്തു അവിടുന്ന്. ആ തിരക്കിനിടയിൽ എനിക്ക് ലാസ്റ്റത്തെ കുറെ ക്ലിപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. രാവിലെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കുറെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജൂനിയേഴ്സിന്റെ ഒപ്പൊക്കെ. ഞങ്ങൾ പിന്നെ അവിടെ ജൂനിയേഴ്സിന്റെ ഒപ്പൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് പുറത്തേക്ക് എത്തിയപ്പോ ഞങ്ങൾ പോവില്ലേടാ, ഞങ്ങളെ പറ്റിയിട്ട് 2 വാക്ക് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ക്യാമറ ഓൺ ആക്കിയപ്പോ എനിക്ക് ക്യാമറയിൽ നോക്കിയിട്ട് പറയാൻ പറ്റുന്നില്ല. വെറും സങ്കടം. ഞങ്ങളെ പറ്റി പറ. അങ്ങനെ ഫെയർവെൽ കഴിഞ്ഞു ഗൈസ്. നമ്മളെല്ലാവരും വിട്ടുപിരിയാണ്. ബൈ ബൈ. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ വീഡിയോ എടുക്കാന്ന്. പക്ഷെ ഈ വീഡിയോ എടുത്തത് എന്റെ ഫോണിൽ കിടക്കാന്നല്ലാണ്ട് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ എടുത്താൽ അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇനി പോവാ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ലാസ്റ്റ് പ്രോഗ്രാമും കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വേഗം പോന്നു. പിന്നെ ഞങ്ങളുടെ ഫെയർവെല്ലായിരുന്നു. ഫെയർവെല് കഴിഞ്ഞു. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾ ഇനിയും കാണും. ചേച്ചി ഞങ്ങളെ പറ്റി നല്ല പിള്ളേരാ, എല്ലാ തോന്നിയാസവും ഉണ്ട്. എന്റെ വഴി നല്ല ചീത്ത കേൾക്കുന്ന പിള്ളേരാ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് പോന്നു. അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താണ് ഫെയർവെൽ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. ചെരുപ്പൊക്കെ തൂക്കി പിടിച്ച് കാല് എനിക്കാൻ തുടങ്ങി അല്ലേ? അതെ, മുമ്പിൽ ഒരാളിതാ പോകുന്നു. മണി മണി ഒരു ഹായ് പറയൂ. ഇങ്ങനെ ഓക്കെ ശ്രീകേഷ് പറ. കഴിഞ്ഞു, തിരിയാണ് നമ്മൾ. ഓ ഇല്ല, നാളെ കാണും. നാളെ വരൂലേ? നോക്കട്ടെ, വരുമോന്ന് അറിയില്ല. പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സൈനിങ് ഓഫ്, ബൈ.